ശ്രീപത്മനാഭ നാരായണ പത്മ. വിഷ്ണു സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. ഇന്ന് ലോകത്തിന്റെ സൃഷ്ടി, ധനം, മഹേശ്വര തത്വം എന്നിവ ചേരുന്ന വരികളാണ്. അനാദി നിധനം വിഷ്ണു സർവലോക മഹേശ്വരം. അനാദി നിധനം, അനാദി അതായത് ആദി എന്നൊന്ന് ഇല്ലാത്ത അവസ്ഥ. ഏതാണ് തുടക്കം? ഏത് പോയിന്റിലാണ്, ഏത് ജംഗ്ഷറിലാണ്, എവിടെ നിന്നാണ് ഉറവിടം? ഈ ഭൂലോകത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ, ഈ സൃഷ്ടിയുടെ തുടക്കം എവിടെയാണ് എന്ന് നമുക്ക് കൃത്യമായി പറയാനാകില്ല. ഇവിടെ നിന്നാണ് തുടങ്ങിയത്. അങ്ങനെയുള്ള അനാദി, നമ്മൾ അനാദികാലം എന്ന് പറയില്ലേ, അപ്പോ ആദി അനാദി, അനാദിയായിട്ടുള്ള തുടക്കമെന്ന് എവിടെയാണെന്ന് അറിയാത്തത്. നിധനം, എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണ് പ്രളയം സംഭവിക്കാൻ പോകുന്നത്, ഡിസൊല്യൂഷൻ, അതും നമുക്കറിയില്ല. ഏത് കാലം വരെ, എത്ര വർഷം, എത്ര മന്വന്തരം, ഒന്നും അറിയില്ല. കൃത്യമായിട്ട് കണക്കറിയില്ല. അപ്പോൾ അനാദിയുമാണ്, നിധനവുമാണ്. തുടക്കവും ഒടുക്കവും എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. ധനം എന്നുള്ള വാക്ക് കൃത്യമായിട്ട് എടുക്കേണ്ടതാണ്. കാരണം നിധനം, ധനം എന്ന് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുണ്ട്, സമ്പത്ത്, പണം. ആ വാക്കിന്റെ പൊരുൾ ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്. ഒരു തരത്തിലും ധനത്തിന്റെ ഇച്ഛ, വേണം, പണം വേണം, വേണം എന്നുള്ള ആഗ്രഹം ഒരു തരത്തിലും നിൽക്കാൻ പോകുന്നില്ല. പ്രളയമാണത്. അത് നിൽക്കാതെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള അർത്ഥവും കൂടെ ഇവിടെ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിധനം എന്നാൽ ആ പ്രളയാവസ്ഥ, പണം, ധനം 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഒരു പ്രളയാവസ്ഥയാണ്. അത് എങ്ങോട്ടാണ് പോകുന്നത്, എപ്പോഴാണ് ആ പ്രളയം എന്ന് നമുക്ക് അവസാനിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ആ വാക്കും കൂടെ ചേർത്ത് ഇവിടെ പറയുന്നു. വിഷ്ണു, വിഷ്ണു എന്നാൽ ഭഗവാൻ നാരായണനെ കുറിക്കുന്നു. വിഷ്ണു എന്നാൽ എല്ലായിടത്തും, എല്ലാ ഭൂതങ്ങളിലും, സർവചരാചരങ്ങളിലും വസിക്കുന്നതാരോ, വ്യാപിക്കുന്നതാരോ, അത് വിഷ്ണു. ആ വിഷ്ണു എന്ന തത്വത്തെ കൂടെ ചേർത്ത് പറയുന്നു. സർവലോക മഹേശ്വരം. വിഷ്ണു എന്ന തത്വവും മഹേശ്വരൻ എന്ന തത്വവും. സർവലോക മഹേശ്വരം, എല്ലാ ലോകത്തും, ഈ 14 ലോകത്തിന്റെയും മഹത്തായ ഈശ്വര തത്വം. ആ മഹത്തായ ഈശ്വരൻ, അതാണ് മഹേശ്വരൻ. അപ്പോൾ ഇവിടെ മഹേശ്വരം, അതായത് ആ ഈശ്വര തത്വത്തെയാണ് പറയുന്നത്. ഈശ്വരൻ എന്ന ആ രൂപ ആരാധനയ്ക്ക് വേണ്ടിയല്ല. അതാണ് വിഷ്ണു എന്ന് പറഞ്ഞത്. വിഷ്ണു എന്നും പറയാം. അപ്പോൾ ഇവിടെ ആ തുടക്കവും ഒടുക്കവും അറിയാത്ത സർവവ്യാപിയായ നാരായണനെയും ഈശ്വര തത്വമായ മഹാദേവനെയും ചേർത്ത് പറയുന്നു. ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവദുഃഖാദിഗോ ഭവേത്. ലോകാ അധ്യക്ഷം, നേരത്തെ പറഞ്ഞ സർവലോകങ്ങളുടെയും അധ്യക്ഷ സ്ഥാനം, വിറ്റ്നസ്, നോക്കിയിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ അധ്യക്ഷ സ്ഥാനം എന്തിനാണ്? അതാണ് അടുത്തത്. സ്തുവൻ നിത്യം, നമ്മൾ ഓരോ ദിവസവും നിത്യവും സ്തുതിക്കുമ്പോൾ ഈ അധ്യക്ഷ സ്ഥാനത്ത്, ഈ നോക്കിക്കണ്ടിരിക്കുന്ന ഈ ലോകാധ്യക്ഷനായ സർവവ്യാപിയായ മഹേശ്വര തത്വവും നാരായണനും സർവദുഃഖാദിഗോ ഭവേത്. സർവലോകങ്ങളിലെയും സർവദുഃഖങ്ങളെയും ദുഃഖാദിഗോ ഭവേത്, ദുഃഖങ്ങളെല്ലാം ഇല്ലാതാക്കും. അപ്പോൾ വാക്ക് വളരെ വളരെ കൃത്യമാണ്. ധനം എന്നുള്ള വാക്കും ദുഃഖം എന്നുള്ള വാക്കും ഒരേ വരികളിൽ വരുന്നുണ്ട്. ധനം തുടങ്ങുമ്പോഴുമുണ്ട്, തീരുമ്പോൾ ദുഃഖവുമുണ്ട്. അപ്പോൾ സർവലോകങ്ങളിലെയും സർവദുഃഖങ്ങളെയും മാറ്റുവാൻ ദുഃഖാദിഗോ ഭവേത്, ആ ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ ഭവിക്കുന്നതാരോ? നാരായണ, മഹാദേവ, അത് നീ തന്നെയല്ലേ. ഇത് രണ്ടും ഒന്നായിട്ടാണ് ഇവിടെ പറയുന്നത്. കാരണം വിഷ്ണു സഹസ്രനാമമാണ്. അപ്പോൾ ഭഗവാനെ, ആ ശക്തി സ്വരൂപത്തെ ഒരുമിച്ചാണ് ഇവിടെ കാണേണ്ടത്. അതാണ് ഈ വരികൾ. അനാദിനിധനം വിഷ്ണു സർവലോകമഹേശ്വരം. ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവദുഃഖാദിഗോ ഭവേത്. ശ്രീപത്മനാഭ നാരായണ. ശാന്തി ശാന്തി ശാന്തി. പത്മ.